ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ് തയ്യാറാക്കുന്നത്. അപ്പത്തിൻ്റെയും പത്തിരിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് പട്ടയും പൂവും ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കിയെടുത്ത ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരം കഴിഞ്ഞാൽ ചിക്കൻ്റെ കളർ ഒന്ന് മാറി വരും. ഏകദേശം ഒരു വൈറ്റ് കളറായി വരും. അപ്പം ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാൻ 1 കപ്പ് 2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് ഉടച്ചു കൊടുക്കാം. കറി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കാം. തീ നന്നായി കുറച്ച് വെക്കണം. അടുത്തതായിട്ട് ഏകദേശം 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി തേങ്ങയുടെ 1/4 പാല് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അടപ്പ് വെച്ച് അടയ്ക്കാം. വറവിട്ട കറിവേപ്പില, ചെറിയുള്ളി, കടുക് പൊട്ടിച്ചൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിലുള്ളത്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പത്തിൻ്റെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. വീട്ടിൽ ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.